മുൻമന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കോടതി നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 6 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അനിൽ ഇമ്മാനുവൽ ചേരുകയാണ് അമൃത വാർത്തകളോടൊപ്പം. മാധ്യമപ്രവർത്തകൻ ശ്രീ അനിൽ ഇമ്മാനുവൽ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം മുൻപ് പ്രതികരിച്ച ശ്രീ ടി പി സെൻകുമാർ പറയുകയുണ്ടായി, ശരിക്കും ഇതിൻ്റെ പൂർണ്ണമായ ഒരു ക്രെഡിറ്റ് പോകുന്നത് അതൊരു പ്രധാന പങ്ക് താങ്കൾക്ക് കൂടിയാണ്. 36 വർഷത്തോളമായി 36 വർഷം മുൻപുണ്ടായ ഒരു കേസിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 19 കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? വിധിയിൽ ആശ്വാസമുണ്ട്. അതായത് നിയമവാഴ്ച നിലനിൽക്കുന്നു എന്ന് ഉറപ്പിക്കാനാകുന്ന ഒരു വിധിയാണിത്. ആരെല്ലാം വിചാരിച്ചാൽ, എത്ര സ്വാധീന ശേഷിയുള്ള ആരെല്ലാം ശ്രമിച്ചാലും ഒരു കേസും അട്ടിമറിച്ച് കളയാൻ കഴിയില്ല. അവസാനം അതിലൊരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്, നിയമപരമായ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം ആവർത്തിച്ച് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ വിധി. അതായത് ഇതിൽ ഈ പ്രതികൾ വെറുതെ വിടുന്ന സാഹചര്യമായാൽ പോലും ഞാൻ ഇത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം വിചാരണ നടത്തി ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്ര 3 പതിറ്റാണ്ടിലേറെയായി ഈ കേസ് ഒരു നടപടിയും ഇല്ലാതെ കിടക്കുകയായിരുന്നു. 1990 ഉണ്ടാകുന്ന കേസ് 94 പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം 2006 കുറ്റപത്രം സമർപ്പിച്ചിട്ടും 2022 വരെയും ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇല്ലാതെ കോടതിയിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. അതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, കോടതികൾ അസാധാരണമായ സൗമനസ്യം ഈ പ്രതികളോട് കാണിച്ചു എന്നുകൂടിയാണ് എനിക്ക് ആ ഘട്ടത്തിൽ ബോധ്യപ്പെട്ടത്. 2022 ഞാൻ ഈ കേസിന് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. അതിന്റെ ഭാഗമായി നോക്കുമ്പോഴാണ് കേസിന്റെ രേഖകൾ ശേഖരിച്ച് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതില് ഈ 16 വർഷമായി കോടതിയിൽ ഇരുന്നിട്ട് ഒരു തവണ പോലും ഈ പ്രതികൾ ഹാജരാകാതിരുന്നിട്ട് ഒരു തവണ പോലും ഒരു വാറന്റ് പോലും കോടതിയിൽ നിന്ന് അയച്ചിട്ടില്ല. അതിന് മറ്റേതെങ്കിലും കേസിലായിരുന്നെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്, കോടതിയിൽ ഹാജരായില്ലെങ്കിലോ അല്ലെ കോടതി എത്ര വാറന്റുകൾ അയച്ച് അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് കടക്കുന്നതാണ്. ഇവിടെ അതുപോലും ഉണ്ടാകാതാണ് 16 വർഷം ഈ കേസ് 2 കോടതികളിലായി കെട്ടിക്കിടന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇതിന്റെ രേഖകൾ ശേഖരിക്കുന്നത്. അന്ന് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ രേഖകൾ ശേഖരിച്ച് വാർത്തകൾ തയ്യാറാക്കിയെങ്കിലും ഇത് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്യുന്നത്. മറ്റൊരു നിവൃത്തിയുമില്ലാതെ ആണ് ഞാനിത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പബ്ലിഷ് ചെയ്യുന്നത്. എന്റെ ഒരാഴ്ചയോളം ഞാൻ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. എനിക്ക് നിങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും അങ്ങനെ വലിയ വാർത്തയായി മാറിയ ശേഷമാണ് പിന്നീട് ഈ ആന്റണി രാജു ഇതിലെ 2ാം പ്രതി ഹൈക്കോടതിയെ സമീപിക്കുന്നു, കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഓർക്കണം, 1990 കേസിൽ 2022 പ്രതികൾ കോടതിയെ സമീപിക്കുന്നത് ഇത് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട. പക്ഷെ ഹൈക്കോടതി അത് ഭാഗികമായി അംഗീകരിച്ചെങ്കിലും അതിൽ തൃപ്തിയാവാതെ സുപ്രീം കോടതിയിലേക്ക് പ്രതികൾ നീങ്ങി അവിടെ നിന്നാണ് വളരെ കർശനമായ ഉത്തരവുണ്ടാകുന്നത്. ഇനി ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാനാവില്ല, എത്രയും വേഗത്തിൽ വിചാരണയ്ക്ക് ഹാജരാകാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2024 നവംബർ 20 ഓർഡർ ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി ഈ ശിക്ഷയിലേക്ക് എത്തി നിൽക്കുന്നത്.